ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഓണത്തിന് വിളവെടുക്കാനുള്ള പച്ചക്കറികളും അതിനാവശ്യമായ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാലോ. നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ പച്ചക്കറി ചെടികളൊക്കെ നട്ടുവെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വിത്തുകൾ പാകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമുക്ക് അന്ന് നമ്മൾ കുതിർത്ത് വെച്ചിരുന്നില്ലേ, ആ കുതിർത്ത് വെച്ചിരുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നതാണേ. അപ്പം നമുക്ക് നോക്കാം. ദേ ഇന്ന് ഇതൊക്കെയാണ് നമുക്ക് നടാനുള്ളത് കേട്ടോ. അപ്പം ദേ ഇതിങ്ങനെ എടുക്കുമ്പം കണ്ടോ, ഇതെല്ലാം തന്നെ കിളുത്തിരിക്കുവാണ്. അപ്പോൾ ഇതിനകത്തുള്ളതെന്ന് പറയുന്നത് സുക്കിനി, അതുപോലെ ഷമാമ, പിന്നെ തണ്ണിമത്തൻ. അത് കിരൺ തണ്ണിമത്തനാണേ, നല്ല പച്ച തൊണ്ടോട് കൂടിയത്. അപ്പോൾ നമുക്കിതിനെ ഈ കിളുത്തിരിക്കുന്നതിനെയൊക്കെ നമുക്ക് നേരിട്ട് വേണമെങ്കിൽ നട്ടുപിടിപ്പിക്കാം. അതുപോലെ ഇത് നമ്മളിവിടെ കൊടുക്കുന്ന പാവലാണേ, കണ്ടോ. 3-4 ദിവസം കൊണ്ട് തന്നെ പാവല് പോലും കിളുത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് ഇവിടുന്ന് വിത്തുകൾ വാങ്ങിച്ച് നടാൻ. അതിൽ നിന്ന് മുള വന്ന വിത്തുകളെ ഞാൻ ഈ പാത്രത്തിനകത്തും ഇങ്ങനെയുള്ള പാത്രങ്ങളിലും ഇത് കണ്ടോ, ഇതുപോലെ എല്ലാം എടുത്ത് പാകി വെച്ചിരിക്കുവാണേ. ഇനി ഇവനെ ഒരു ശകല മേളിലോട്ടൊരു കുറച്ച് മണ്ണിട്ട് മൂടി അങ്ങോട്ട് വെക്കുവാണെങ്കിൽ അവർ കിളിർത്ത് വരാനുള്ളവർ നല്ലോണം കിളിർത്ത് വന്നോളും. അത് കഴിയുമ്പോൾ നമുക്ക് അവരെ മാറ്റി നടാം. ഇത് നമ്മുടെ കുറ്റിയാമരയാണേ. അപ്പോൾ ഇവിടെ ഒരു 2 ചുവട് കുറ്റിയാമരയുണ്ട് കണ്ടോ. ഈ കുറ്റിയാമരയുടെ പൂവുകൾ ഇങ്ങനെ ഉണ്ടായി വരുന്ന സമയത്ത് കീടങ്ങൾ ശല്യം ചെയ്യുന്നത് കൊണ്ടാണ് കുറ്റിയാമരയുടെ കായ് കിട്ടുന്നത് നമുക്ക് കുറഞ്ഞു പോകുന്നത്. അപ്പോൾ അതെന്തെങ്കിലും തരത്തിലുള്ള ഒരു ജൈവ കീടനാശിനി, ബിവേറിയയോ വേപ്പെണ്ണ സോപ്പോ നിങ്ങൾക്ക് എന്താണോ കിട്ടാനുള്ളത് അത്തരത്തിലുള്ളൊരു കീടനാശിനി കൊടുത്താൽ മതി. അപ്പോൾ അത്തരത്തിലുള്ള ചെള്ള് പോലത്തെ ഒരു ജീവിയാണ് ആ ഉപദ്രവം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ 2 ചുവടുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിനകത്തോട്ടും കൂടെ 2 കുറ്റിയമരയുടെ വിത്ത് പാകിയിടാന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും കുറ്റിയമരയുടെ വിത്ത് കിട്ടാനില്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ കുറ്റിയമരയുടെ വിത്ത് നിങ്ങൾക്ക് അയച്ചു തരാം. കുറ്റിയമര മാത്രമല്ല, നമ്മളിപ്പോൾ മുളപ്പിച്ചിട്ട് മാറ്റി നട്ടില്ലേ പാവല്, അത് ഓണക്കൂറ് പാവല് പ്രത്യേകമാണ്. ഏകദേശം 1 കിലോ വരെ വെയിറ്റ് വരുന്ന നല്ല വെളുത്ത നിറത്തിലുള്ള പാവലാണ് ഓണക്കൂറ് പാവല്. അപ്പോൾ ഓണക്കൂറ് പാവലിൻ്റെ വിത്തുകൾ ആരെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടോ. ആ വിത്തുകളൊക്കെ ഇച്ചിരി വില കൂടിയ വിത്തുകളാണ്. അപ്പം ഇതുപോലെ ഞാൻ വെറുതെ പാകിയിട്ടാൽ മതി കേട്ടോ, കിളുത്തോളും. സാധാരണ നമ്മുടെ പയറുവിത്ത് പോലെ തന്നെയാണ്. ഇങ്ങനെ വെറുതെ കണ്ടോ മണ്ണിലോട്ടിട്ടിട്ട് ഒരിച്ചിരി മണ്ണ് അതിൻ്റെ മുകളിലോട്ട് ഇട്ടാൽ മതി. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവരവിടെ കിടന്ന് കിളുത്തു വന്നോളൂ. പിന്നെ ഞാൻ ഇപ്പം നടുന്നത് തൈകളായിട്ട് നടുന്നത് ഇത് പാവലാണേ. അപ്പം നമ്മൾ നേരത്തെ പാകി മുളപ്പിച്ച് വെച്ചിരിക്കുന്ന പാവലാണ്. അതിൻ്റെ 2 എണ്ണം കണ്ടോ ഇവിടോട്ട് ഞാൻ വെറുതെ നട്ടുകൊടുത്തിട്ടുണ്ട്. വെറുതെ മണ്ണ് മാറ്റി അങ്ങോട്ട് നട്ടു കൊടുത്താൽ മതി. ഈ സമയത്ത് നമ്മൾ വളം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം ഈ പാത്രത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ പാത്രങ്ങളിലും ഞാൻ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും ഉമിയും ചേർത്തിട്ടാണ് നിറച്ചിരിക്കുന്നത്. മാത്രമല്ല കുമ്മായമിട്ട് പുളിപ്പ് കളഞ്ഞ മണ്ണാണ് മിക്സിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ചെറിയ തൈകളൊക്കെ മാറ്റി നടുന്ന അവസരത്തിൽ പ്രത്യേകിച്ച് വളമൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓണക്കൃഷിയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള 4 കാര്യങ്ങളെന്ന് പറഞ്ഞ് ഒന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നിരുന്നതാണ്. അപ്പം ഞാൻ ഈ പാവലും കൂടെ ഇവിടേക്ക് മാറ്റി നടുവാണേ. വെറുതെ നമ്മൾ ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി. പ്രോട്രേ ആണെങ്കിൽ വേരൊന്നും പോകത്തില്ല. നിങ്ങൾ കാണുന്നുണ്ടോ ഇതിൻ്റെ വേര് കണ്ടോ, നല്ലപോലെ ഇതിൻ്റെ വേര് കാണാം. അപ്പോൾ ഇവിടോട്ട് നല്ലോണം മണ്ണ് മാറ്റിയിട്ട് ഇതൊക്കെ നമ്മളിവിടെ വരുന്ന ജൈവ അവശിഷ്ടങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്. നമ്മുടെ ഇതുണ്ടോ ഈ പയർ കായ്ച്ചുകൊണ്ടിരുന്നതാണ്, നമുക്കിനി പുതിയത് നടണമല്ലോ ഓണത്തിന്, അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇതെടുത്തോണ്ട് കേട്ടോ കുത്തി ഇവിടെ നിന്ന് ഞാൻ ഇതുപോലെ മണ്ണ് മാറ്റിയിട്ട് ഇതിനെ വെറുതെ അങ്ങോട്ട് നടുന്നുള്ളേ. അപ്പോൾ അതവിടെ കിടന്നോട്ടെ. കുറച്ച് അഴുകി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് മണ്ണിട്ടിട്ട് അതിനെ വളമാക്കി മാറ്റിയെടുക്കുക ചെയ്യുന്നത്. ഇത് മണര കണ്ടോ കണ്ടോ ഇതിനകത്തോട്ട് ഞാൻ ഈ തയ്യ ഇതിൻ്റെ കൂടെ ഇവിടെ ഒരെണ്ണം കൂടി ഇരിപ്പുണ്ടേ, അതും കൂടെ ചേർത്തിട്ട് നമ്മളങ്ങോട്ട് ഒരു 3 തയ്യാണേ. 3 എണ്ണമൊക്കെ വെക്കാം. പിന്നെ ഈ പടർന്നു വളരുന്ന ചെടികൾക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിർബന്ധമായും പടർന്നു കയറാനുള്ള കാര്യങ്ങൾ ഇതുപോലെ ഞാൻ ഈ കയറൊക്കെ ഇവിടെ കെട്ടിക്കൊടുക്കും. ഇതൊക്കെ ഇവിടോട്ട് നട്ട് കൊടുക്കാനുള്ളതാണ്. അച്ചിടെ വളർന്നതിന് ശേഷം ചെയ്തു കൊടുത്താൽ മതി. അങ്ങനെ ഇത് പടർന്നു കയറാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് പാവല്, പയറ്, വെള്ളരി, മത്തൻ, കുമ്പളം പോലെയുള്ള ചെടികൾക്ക് നിർബന്ധമായും ചെയ്യണം. നമ്മുടെ ചൊരക്കച്ചെടി കണ്ടോ ഇവിടെ വരെ വളർന്നു കയറി കണ്ടോ, കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിരുന്നതാണേ. അതുപോലെ മത്ത കണ്ടോ ഇവിടെ വന്നിട്ട് പൂ കുത്തിയിട്ടുണ്ടേ, പൂ വിരിഞ്ഞിട്ടില്ല. അപ്പോൾ ആ പൂ വിരിയുമ്പോൾ നിർബന്ധമായും നമ്മൾ പോളിനേഷൻ നടത്തി കൊടുക്കണം. കാരണം ഈ മഴയൊക്കെ വരുന്ന അവസരത്തിൽ തേനീച്ചകളുടെയൊക്കെ സാന്നിധ്യം കുറവായിരിക്കും. പിന്നെ ഈ പൂമ്പൊടിയെല്ലാം മഴവെള്ളം വീണിട്ട് പോയിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ പല പൂക്കളിൽ നിന്നാണെങ്കിലും പൂമ്പൊടികൾ ശേഖരിച്ച് ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പോളിനേഷൻ നടക്കുകയും ചെയ്യും, നമുക്ക് മത്തങ്ങ പറിക്കാനായിട്ട് കിട്ടുകയും ചെയ്യും. ഇത് കണ്ടോ
ഒരു ചീര മരം വളർന്നു നിൽക്കുവാണേ. എന്നേക്കാളും എത്ര പൊക്കത്തിലാണെന്ന് കണ്ടോ അതിൻ്റെ വിത്തുകളെല്ലാം പോയിരിക്കുന്നത്, പൂവുണ്ടായിരിക്കുന്നത്. പച്ചച്ചീര എന്ന് പറഞ്ഞാൽ പൊതുവേ ഇതുപോലെ വലിപ്പം വെക്കുന്ന ഒരു ചെടിയാണ്. ഇത് എവിടെ നിൽക്കുന്നതെന്നറിയോ? ഇത് നമ്മുടെ കപ്പളത്തിൻ്റെ ചൂട്ടി. ഇപ്പം ഞാനിത് വെട്ടിക്കളയാമെന്ന് വിചാരിച്ചത് നമ്മുടെ കപ്പളം വളർന്ന് കണ്ടോ പൂ കുത്തി തുടങ്ങി. അപ്പം ഞാൻ ഈ ചെടിയെ ഇനി ഇവിടെ അങ്ങോട്ട് നിർത്തിക്കൊണ്ടിരുന്നാൽ ഇവർ ചൂട്ടിൽ നിന്ന് വളമെല്ലാം വലിച്ചെടുക്കും. അപ്പം ഞാൻ ഇതിൻ്റെ ചുവട്ടിലോട്ട് തന്നെ പറിച്ച് മുറിച്ചിടുവാണേ. കാരണം ഇതിൽ നിന്നെങ്ങാനും വിത്തുകൾ വീണ് പുതിയ ചീരത്തൈകൾ വളരുവാണെങ്കിൽ അപ്പം നമുക്ക് പറിച്ച് മാറ്റി നട്ടിട്ട് വളർത്തിയെടുക്കാം. അതിൻ്റെ കൂടെ ഈ ചെടിയുടെ ചുവട്ടിലെ ഈ കപ്പളത്തിൻ്റെ ചുവട്ടിലെ ഇത് മാറിക്ക് ഒരു കള പോലെയാണല്ലോ ഇപ്പോഴത്തെ ഇതിൻ്റെ നിപ്പെന്ന് പറയുന്നത്. കണ്ടോ, ഇത് നമ്മൾ മുഴുവനും തന്നെ വെട്ടിയിടുക. ഇങ്ങനെ വെട്ടിയിട്ടാൽ മാത്രം പോരാ, ഇതിൻ്റെ മുകളിലോട്ട് മണ്ണിട്ട് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ അറക്കവാളം കൊണ്ട് വരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ അറത്തെടുക്കാൻ കത്രിക കൊണ്ടൊന്ന് മുറിച്ചാൽ പോരുകയില്ല. കണ്ടോ, ഒരൊന്നൊന്നര മുറിച്ചാലേ ഉള്ളൂ ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് മാറി കിട്ടുള്ളൂ. ഇതിപ്പോൾ ഇത്രയും വലിയ പാത്രം ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാൻ പറ്റും. നല്ല ചെറുതാക്കി മുറിക്കണ്ടേ. അപ്പം ഞാൻ മുഴുവനേ ഇത് വെട്ടി മാറ്റുവാണേ. വെട്ടി കുഞ്ഞാക്കി ഇട്ടിട്ട് കാണിക്കാം. നമ്മൾ ചീര മുഴുവനും വെട്ടി ഇതിന് പൊത പോലെ ഇട്ട് കൊടുത്തു. ഇനി ഇതൊരു പിടി ജൈവവളമാണേ. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഇടുക. കാരണം ഇതിൻ്റെ മുകളിലോട്ട് ഇനി മണ്ണ് വെട്ടി കൂട്ടാനുള്ളതാണ് കേട്ടോ. മണ്ണ് വെട്ടിയിടും. അപ്പം മണ്ണ് വെട്ടിയിടുന്നതെന്ന് വെച്ചാൽ ഇവിടെ വെട്ടിക്കോരാനൊന്നും പറ്റത്തില്ലല്ലോ, നിങ്ങൾക്ക് അറിയാം. അപ്പം ഞാൻ ചെയ്യുന്നത് നമ്മളിവിടെ കൂട്ടി വെച്ചിരിക്കുന്ന മണ്ണ് കുറച്ച് ഇതിൻ്റെ ചുവട്ടിലോട്ട് വാരി കൂട്ടത്തേ ഉള്ളൂ കേട്ടോ. ഇനി ഇവിടെ കണ്ടോ പൊക്കം കൂടി പോയത് കാരണം എന്തേ ഈ വെണ്ടയെല്ലാം മറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനൊന്ന് പൊക്കം കുറച്ചിട്ട് ഇവരെ ഒന്ന് വെട്ടിക്കളയുവാണ്. ചിലപ്പോഴാണെങ്കിൽ ഇവർക്ക് ശിഖരങ്ങൾ വരുമായിരിക്കും. ഇനി വന്നില്ലെങ്കിൽ നമുക്ക് അവിടെ പുതിയ വെണ്ടയുടെ തൈകളെ നട്ട് വളർത്താം. നമ്മൾ വെണ്ട വിത്ത് മുളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതേ പറഞ്ഞാണ് കിടക്കുന്നത്, ചിലപ്പോൾ ഉണ്ടാകത്തില്ല. ഇനി നോക്കട്ടെ. ഇത്രയും വളർന്ന ഒരു വെണ്ട ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലെ മണ്ണ് അങ്ങോട്ട് മാറ്റിയിട്ടേ ഇനി അങ്ങോട്ട് വെച്ച് നോക്കാം. അതാ മറിഞ്ഞു കിടന്ന് മണ്ണ് മുകളിലില്ലാതെ പോയതാണ്. അതുപോലെ തന്നെയാണ് ഇതും കണ്ടോ. ഇനി ഒക്കുവാണെങ്കിൽ നിൽക്കട്ടെ, അല്ലെ നമുക്കിതിനെ മാറ്റി നട്ട് വേറെ തൈകൾ നട്ടിട്ട് നമുക്ക് വെണ്ട വേണം. വെണ്ട ഇവിടെയൊക്കെ ഉണ്ട്, എന്നാലും വെണ്ട ഉണ്ടാക്കാനുണ്ട് കുറച്ചുകൂടെ. സീതപ്പഴം ഉണ്ടാകുന്നുണ്ടോ? ഇതുപോലെ സീതപ്പഴം ഇഷ്ടം പോലെ ഉണ്ടായി വരും കേട്ടോ. ഇത് കുഞ്ഞായിട്ട് ഇഷ്ടം പോലെ എണ്ണം ഇത് കണ്ടോ വരണം. ഈ പാകത്തിനുള്ള ഇഷ്ടം പോലെ സീതപ്പഴം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച വെണ്ടത്തൈയായിരുന്നേ. ഇത് കണ്ടോ മൊട്ടായി തുടങ്ങി. വെണ്ടയ്ക്ക ഉണ്ടാകാനുള്ള മൊട്ട ഇതേ കണ്ടോ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ കീടങ്ങളുടെ ശല്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പം അതിന് മാറ്റമുണ്ട്. പിന്നെ ദേ നമ്മൾ നട്ടിരുന്ന അന്നത്തെ പയറാണേ, വള്ളി വീശി കണ്ടോ ഇത് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊക്കെ നമ്മൾ കായ്ച്ചക്കണിയാണ് വെച്ചിരുന്നത്. ഇനിയിപ്പോൾ കായ്ച്ചക്കണി നമുക്ക് മാറ്റി വെക്കാനുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ ആ കായ്ച്ചക്കണി സെറ്റാക്കുന്ന കാണിക്കാം. ഇവിടെ നമ്മൾ അന്ന് കുറച്ച് പയറിൻ്റെ വിത്ത് പാകിയിരുന്നതാണ്. അവരിവിടെ നിന്ന് ആ കപ്പളത്തെ ചെന്ന് കയറി പിടിച്ചപ്പം ഞാനിവിടെ വള്ളിയൊക്കെ കെട്ടിക്കൊടുത്ത് മേളിലോട്ട് കയറ്റി വിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ വളരണം പൂവിട്ട് തുടങ്ങണമെങ്കിൽ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഓണത്തിന് ഒരു 2-3 ദിവസം മുന്നേ തൊട്ട് വിളവെടുക്കാനുള്ള കായ്കൾ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ പച്ചക്കറി ഇപ്പം ചെയ്തു തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം പാകിയിരുന്ന ബീൻസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. വള്ളി ബീൻസ് ഇത് നമ്മുടെ ബീൻസിൻ്റെ വള്ളിയാണേ. ബീൻസിൻ്റെ വള്ളി വളർന്ന് മേളിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ മേളിൽ കയറി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ നാമ്പൊന്ന് നുള്ളിക്കളയണേ. അപ്പോൾ ഇത് കണ്ടോ സൈഡിൽ കൂടെ ചെറിയ ചെറിയ ശിഖരങ്ങൾ വരും. ആ ശിഖരങ്ങളിലാണ് പെട്ടെന്ന് പൂക്കളും കായ്കളും ഉണ്ടാകുന്നത്. വലിയ കുഴപ്പമില്ലാതെ വളർന്നു വന്നിട്ടുണ്ട്. ഒരു 10-45-50 ദിവസമൊക്കെ വേണം നമ്മൾ ഈ വിത്തുകൾ നട്ട് കഴിഞ്ഞാൽ മുളച്ച് കഴിയുമ്പം കായായി വരണമെങ്കിൽ. അപ്പോൾ ഇത് കുറച്ച് ദിവസം ആയിട്ടുണ്ടല്ലോ, ഓണത്തിന് ഇതിൻ്റെ കിട്ടുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുക. ഇതൊക്കെ ഉണ്ടോ പൂ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതും ഒരു ബീൻസിൻ്റെ തന്നെ ചൂടാണ്. അപ്പോൾ ഈ പാത്രത്തിലൊരു 3 എണ്ണം, ഈ പാത്രത്തിലൊരു 3 എണ്ണം, ഇത്രയും ബീൻസ് മാത്രമാണ് നമ്മൾ നട്ടിരിക്കുന്നത്. പിന്നെ ഈ സൈഡിൽ അവിടെ എവിടെയും പയറുണ്ട്, സാലഡ് കുക്കുംബറുണ്ട്, മുളകുണ്ട്. ഇത് കണ്ടോ മുളക് നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പം പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഓണത്തിന് വിളവെടുക്കാനുള്ള കൃഷിയാണ്. അപ്പം നിങ്ങളിൽ ഇതുവരെ ഓണക്കൃഷി തുടങ്ങാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓണക്കൃഷിക്ക് വേണ്ടിയിട്ട് 1-2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് 3ാമത്തെ വീഡിയോയാണ്. നിങ്ങൾ കണ്ടു തുടങ്ങണം, അതുപോലെ തന്നെ അതിനൊപ്പം നട്ടു തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓണത്തിന് ഒരുമിച്ച് വിളവെടുക്കാനായിട്ട് പറ്റും. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.